ഇവിടെ മൂഡ് കോട്ടിന്റെ റിഹേഴ്സൽ നടക്കുന്നത്. മൂഡ് കോട്ടാണ് അതിന്റെ റിഹേഴ്സൽ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 15 LLB ലൈഫ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് മൂഡ് കോട്ടിന് പോയി. ഇതെന്തായാലും ഷൂട്ട് ചെയ്യുന്നത് വൈകിട്ടാണ്, കാരണം രാവിലത്തെ ഇൻ്റർവ്യൂ എടുത്തില്ല, അതുകൊണ്ട് വൈകിട്ട് ഷൂട്ട് ചെയ്യാനാണ്. അപ്പോൾ രാവിലെ എന്തായാലും കോളേജിൽ മൂഡ് കോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന LLB ആണ്. അപ്പോൾ അതിൽ മൂഡ് കോട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും അതിനൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, എന്തായാലും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എന്തായാലും കോളേജിൽ പോയത് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ടാൽ പിന്നെ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിച്ച് തുടങ്ങിയാൽ പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യും. കാണാം. കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങി. എന്തായാലും താഴെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് താഴോട്ട് പോകും. പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ പരിപാടിയിലാണ്. അതുകൊണ്ട് എല്ലാവരും തിരക്കാണ്. നമ്മുടെ പയ്യന്മാരെ കൂടെ മൂട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഇവിടെ മൂഡ് കോട്ടിൻ്റെ റിഹേഴ്സൽ നടക്കുന്നത്. മൂഡ് കോട്ടാണ് അതിൻ്റെ റിഹേഴ്സൽ. കോമഡിയാണ് നമ്മുടെ മൂഡ് കോട്ട്, രക്ഷയില്ല. എവിടെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ്. LLB പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ആലോചിച്ചു. അവരുടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. അങ്കിൾമാരെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തായി എന്താണ് ആദ്യമായിട്ട് പഠിക്കുന്നത്? നമ്മൾ ലൈബ്രറിക്കകത്തിരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതാണ് എൻ്റെ സാധനം. എനിക്ക് കുറച്ചേ ഉള്ളൂ, ഇത്ര വായിച്ചാൽ മതി. അമ്മേ തലോട് പറയുമ്പോഴത്തേക്കും മറ്റ് ഓപ്പറേഷനിൽ പറഞ്ഞിട്ട് യുവർ ലോഡ്ഷിപ്പ് നമ്മൾ മൂന്നുപേരാണ് പ്ലെയിൻ ടീം. അങ്ങനെയൊക്കെയാണ് സംഭവം. ഇവർ മൂന്നുപേരും ഡിഫൻഡന്റ്. കാര്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇവരെ മൂഡ് കോട്ട് കാണാൻ ആഗ്രഹമുണ്ട്, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാം. പറ്റുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാം. ആയിരത്തെയും കൊടുത്ത് ഷൂട്ട് ചെയ്യും. ഓരോരുത്തർ അവിടെ നോക്കുന്നുണ്ട്. ബാക്കിയെല്ലാവരും പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്യും. കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ലൈക്ക് അടിക്കും. നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം, ആരെയും കൊടുത്ത് സെറ്റാക്കാം. എന്തായാലും ഇതിൻ്റെ കോട്ടൊക്കെ ഉണ്ട്, സെറ്റാക്കാം. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 15 LLB ലൈഫ്. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. കോട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അണ്ണൻ്റെ അവിടെ ജ്യൂസ് കുടിക്കാൻ പോകുന്നു. നീ വ്ളോഗ് പറയണല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ടു അശ്വൻസ് യൂട്യൂബ് ചാനൽ. നമ്മളപ്പോൾ ഇവിടെ ഭയങ്കര ടയേർഡായിട്ട് ഇവിടെ ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ആക്ച്വലി എനിക്ക് മലയാളം അങ്ങനെ അറിയില്ല. 2 അലവലാഠികൾ വരുന്നുണ്ട്. പുറകെ വരുന്നവനാണ് ഏറ്റവും വലിയ അലവലാഠി. പിന്നെ ഇവിടെ ഒരു 8-നാണ് നമുക്ക് ജ്യൂസ് തരുന്നത്. അപ്പോൾ 8 ഇങ്ങനെ നാരങ്ങ മുറിക്കുന്നതേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്ന് പറഞ്ഞാൽ വൻപം പോസ്റ്റ്. മൂഡ് കോട്ടൊക്കെ കഴിഞ്ഞിട്ട് ദാവം ഇരിപ്പുണ്ട്. ഫുഡ് പോലും കഴിച്ചില്ല. ഒരു പയ്യനെ വെയിറ്റ് ചെയ്ത് നിന്നാണ്. ബാക്കിയെല്ലാം കുറേ പേര് പുറത്തേക്ക് ഉണ്ട്. വൻ പോസ്റ്റ്. ഇനിയിപ്പോൾ മണി 3ആയി. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ ഇപ്പോൾ തന്നെ കഴിക്കേണ്ടി വരും. അതാണ് കോളേജ് വരുമ്പോൾ വീഡിയോ എടുക്കാത്ത മെയിൻ കാരണം. ഇതുപോലെ പോസ്റ്റായി പോകും. എന്ത് ചെയ്യാനാ? പോസ്റ്റാക്കിയാൽ ഓഫീസിൽ പോയിരുന്ന പോസ്റ്റ് കുറേ എണ്ണം തോന്നിക്കുന്നു. അടിപൊളി. ഓക്കെ, ഇനിയെങ്കിലും പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തായാലും പോവാം.
അത് പോയടാ അപ്പൊ നമുക്ക് പോവാം ഗൈസ്. എനിക്കറിയാം ഫസ്റ്റ് അടിക്കും. ഓക്കെ പോവാം. ഞാൻ കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തി. അതാണ് കോളേജിൽ നിന്ന് മൂഡ് കോട്ടാണ്. എനിക്ക് അധികം വീടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന് അതിൻ്റെ ഒരു ചെറിയ രീതിയിലായിരുന്നു. അതുകൊണ്ട് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്ത് തോന്നും. അപ്പം എന്തായാലും വീട്ടിൽ വന്ന് നേരം ഇപ്പോൾ എന്താ കുറേ വണ്ടി ഇതാ വീണ്ടും മുമ്പിൽ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വണ്ടിയോട് ക്രൈസ് ആയിട്ടായിരിക്കും. എന്തോ വണ്ടിയാണ് എപ്പോഴും എൻ്റെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിന്ന് കുറച്ച് അസൈൻമെൻറ്റൊക്കെ എഴുതാനുള്ളതുകൊണ്ട് ഇപ്പോൾ തീരാറായില്ല. അതുകൊണ്ട് അസൈൻമെൻറ്റൊക്കെ എഴുതാറുണ്ട്. അതുകൊണ്ട് ഇന്ന് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് പറ്റില്ല. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മളെ വീട്ടിലുള്ള വണ്ടിയും കാര്യങ്ങളും കാണിച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ച്. അപ്പോൾ നിങ്ങൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് കുറവാണ്. അപ്പോൾ ലൈക്ക് കൊണ്ട് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാം. ഒരു കൂട്ടുകാരെ വന്ന് വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയി. നമ്മുടെ ഡ്യൂക്ക് 200 BS4 ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ ഇതിൻ്റെ സർവീസിൻ്റെ കാര്യം പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ചോദിക്കും. നമുക്ക് പിന്നെ ഇത് എടുത്തുകൊണ്ട് ഞെട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ അവിടെ പോകാം. അടിപൊളി സ്ഥലമാണ്. ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാരക ലുക്കായിരിക്കും. നമുക്ക് എന്തായാലും മോട്ടോ വ്ളോഗിങ് ചെയ്യണോ അതോ അല്ലാതെ എല്ലാ വ്ളോഗിങ് സെറ്റാക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തത്. കാരണം ഇതൊക്കെ കൊണ്ട് പോകുന്ന വണ്ടി ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തോ വേറെ ഒന്നും ചെയ്യാൻ തോന്നില്ല. പിന്നെ ഞാൻ എപ്പോഴും കൂടുതലും വീട്ടിലായിരിക്കും. പുറത്ത് പോയാലും ഫോണൊന്നും എടുത്ത് അങ്ങനെ വ്ളോഗ് ചെയ്യേണ്ട ഒരു ഇതായില്ല. അതായിരിക്കണം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 200 അതും BS4. വാവ് കൊള്ളാമല്ലേ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യം ഈ വണ്ടി കാണിക്കാം. പിന്നെ നമ്മളെ പുതിയ വണ്ടി അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നിട്ട് അതിനെ കറക്റ്റായിട്ട് കാണിച്ചുതരാം. അല്ലെങ്കിൽ ഓക്കെ. പിന്നെ നമ്മൾ ആക്റ്റീവ, പിന്നെ നമ്മൾ ഇൻട്രസ്റ്റർ. ഇന്നലെ ഒരു ഇനാഗ്രേഷനൊക്കെ പോയിട്ട് വണ്ടി പെട്രോളൊക്കെ തീർത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെന്നോ ചൂടൊന്നുമില്ലല്ലോ, ഇന്നലെ കൊണ്ടുവച്ചില്ലേ. അപ്പോൾ ആ വണ്ടി കഴുകി സെറ്റായിട്ട് ഇതായിരിക്കുന്നുണ്ടോ, തുറന്ന് കാണിച്ചു തരാം അമ്മേ. കണ്ടോ, വാവ്, നമ്മൾ വണ്ടി ഇതായിരിപ്പുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആ വണ്ടി ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടെന്നാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വണ്ടി ഏതെങ്കിലും മനസ്സിലായെങ്കിൽ നിങ്ങൾ ഗസ് ചെയ്യും ഏത് വണ്ടിയാണെന്ന്. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളെന്നെ കമൻറ്റ് ചെയ്യും. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ സെറ്റാക്കാം. പിന്നെ ഇതിൻ്റെ ടയർ തീരാറായോ? തീരാറൊന്നും കാണില്ല. എന്തായാലും ഇതിൻ്റെ സർവീസ് ഉടനെ കാണില്ല. എന്തായാലും ഒരു 3-4 മാസത്തിൽ കാണും. പിന്നെ പൊല്യൂഷൻ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതും സെറ്റാക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. എന്തായാലും പൊല്യൂഷനൊക്കെ എടുത്തിട്ട് ഇനി ഇറക്കാമെന്ന് ചോദിച്ചു. വെറുതെ ഇപ്പോൾ എടുത്ത് പണി വാങ്ങുന്ന എന്തിന്. അപ്പോൾ എന്തായാലും അതൊക്കെ എടുത്തിട്ട് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ പുളിച്ചി, ഇതിന് ഇവിടെ ട്രിവാൻഡ്രത്ത് പുളിച്ചി എന്നാണ് പറയുന്നത്. പുളിച്ചിക്ക നിങ്ങളിവിടെയൊക്കെ എന്താ പറയുക, ഇരുമ്പം പുളി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിൽ ചെറുതൊന്നുമില്ലേ, ഇപ്പോൾ തിന്നാൻ തോന്നല്ല, എന്നാലും ഒരെണ്ണം എടുത്ത് തിന്നാം. ഒരു ചെറുതീപ്പുണ്ട്. യെസ്, ഇതിൻ്റെ ദൂരെ എവിടെയുള്ളവർ കാണുന്നെങ്കിൽ ജസ്റ്റ് അടിക്കുന്നുണ്ടോ. ആക്ച്വലി ഇന്ന് മുകളിലോട്ടാണ്. കുറച്ച് ദിവസം നമുക്ക് മുകളിലൊക്കെ കാണിച്ചു തന്നിട്ട്. അപ്പോൾ ഇപ്പം മുകളിലുള്ള വ്യൂ, അവിടെ എന്തെങ്കിലും കഴിക്കാണ്ടാന്ന് കൊടുക്കാം. എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ. വീട്ടിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ല. ഇവിടെ കയറാനൊക്കെ ഒരുപാട് ടാസ്ക്കാണ്. എനിക്ക് കയറാൻ പറ്റും അമ്മീ. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ കയറും? ഇവിടെ നമ്മൾ വലിഞ്ഞ് കയറും. ഇത് ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇത്രയും പെട്ടെന്ന് കയറിയില്ലേ. വാവ്, സൂര്യൻ. അപ്പോൾ എന്തായാലും അതിന് മുകളിലെത്തി. ഇവിടെ തിന്നാവുന്നില്ല കേട്ടോ. മാവൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. മാവൊക്കെ പൂത്തു. എന്തായാലും അവിടെ മൂൺ കാണാമോ? അതാ കാണാം. മാവൊക്കെ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് മാങ്ങയൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് കഴിക്കാം. പിന്നെ റംബൂട്ടാൻ നിൽപ്പുണ്ട്. റംബൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ? അതിലൊന്നുമില്ല. ദോ ആരാ പോകുന്നേ? ആരാ ഫോക്കസ് ആവൂ. അത് ഫോക്കസ് ആയില്ല. അപ്പോൾ എന്തായാലും ഇതിലൊരു സംഭവം നിൽപ്പുണ്ടായിരുന്നു. അതിലെറുമ്പ് കൂട് വെച്ചിട്ടില്ലെങ്കിൽ പഴുത്തോ ഇല്ലേ നോക്കാം. നൈസായിട്ട് ഇതാ കണ്ടോ. നിങ്ങളവിടേക്ക് ഇതിനെന്താ പറയുന്നത് അമ്മേ? എറുമ്പ് പിടിച്ച് ആറോ ഇതാ മീർ കടിച്ച്. ഇതാണ് ആ സാധനത്തിൽ തൊടാത്ത. അതിൽ മൊത്തം മീറാണ്. ഇതിനെ ഇവിടെ മീറെന്നും പറയും കേട്ടോ. ഇത് ട്രിവാൻഡ്രത്ത് പല ഭാഷ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ആ സാധനം നമുക്ക് പറിക്കാറായെന്ന് പറയില്ല. എന്തായാലും വീട്ടിൽ കൊണ്ട് കാണിച്ച് നോക്കാം. എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ടോ എല്ലാം നോക്കാം. എൻ്റെ അടുത്ത് തന്നെ എറുമ്പിൻ്റെ കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ സാധനത്തിന് ഇപ്പം ഞാൻ ഉപദ്രവിക്കുന്നില്ല. എന്തായാലും ഇപ്പം ഞാൻ അനക്കിക്കൊണ്ട് അത് വേറെ വീട് വെച്ചാൽ കൊള്ളാം. അത് ഞാൻ എന്തായാലും അത് ആയോ ഇല്ലേന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അത് ഇപ്പം തുടങ്ങില്ല. അത് പഴുത്തിട്ടില്ല. എന്തായാലും പ്രസ്സാവുന്നൊന്നുമില്ല. പിന്നെ ഇതിലൊരു മാവുണ്ട്. ഇതിൽ മാങ്ങ നിപ്പുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. പക്ഷെ അത് അടക്കാൻ വേണ്ടി മുകളിൽ കമ്പൊന്നുമില്ല. കണ്ടോ, തോന്നിക്കും മാങ്ങ നടക്കാൻ വേണ്ടി ഇവിടെ ഒരു സംഭവമില്ല. നമ്മൾ അലിഗേറ്ററിൻ്റെ ടാങ്ക് ഇതോടൊപ്പമുണ്ട്. അലിഗേറ്റർ ഇന്ന് ഫീഡ് ചെയ്തില്ല, ഇന്നലെ ഫീഡ് ചെയ്തിരുന്നു. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അത് അവിടെ കിടപ്പുണ്ട്. അതാണ് നമ്മളെ മുകളിലത്തെ വ്യൂ. ഇന്ന് പിന്നെ മൂഡ് കോട്ട് ആയതുകൊണ്ടാണ് ജസ്റ്റ് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. കോളേജിൽ പോയി കഴിഞ്ഞാൽ
രാവിലെ എണീറ്റ് പോകുമ്പോൾ എന്തോ ഒരു മടുപ്പ്. അതാണ് പിന്നെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റാതെ. പിന്നെ അവിടെ അങ്ങനെ ഫോണും കൊണ്ടൊന്നും അലോഡല്ല. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ എടുക്കാമെന്ന് വെച്ച്. അല്ലെങ്കിൽ എപ്പോഴും ഫോൺ എടുത്തോണ്ടെങ്കിൽ പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതാണ് നിങ്ങൾ അധികം ഒന്നും കാണാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കും കേട്ടോ. വാവ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളെ കാർഷലിലോട്ട് വണ്ടി നോക്കാം. നമ്മുടെ ഡ്യൂക്ക് അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് ഇരിപ്പുണ്ട്. കൊള്ളാമല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ടെറസിൻ്റെ മണ്ടയിലുള്ള കാഴ്ച. നമുക്ക് എന്തായാലും ഈ താഴോട്ട് അവിടെ നിന്ന് താഴോട്ട് പോയിട്ട് എന്തെങ്കിലും കാണിക്കാം. ഇവിടെ നിന്ന് ഇറങ്ങുന്നതും കൂടെ നിങ്ങൾ കണ്ടോ? ഇതാണ് എൻ്റെ ഇറക്കം. ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടോ? സൈക്കിള് താഴെപ്പുണ്ട്. അപ്പോൾ അതിനെ സെറ്റാക്കണം. അതിൻ്റെ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ച് വയ്ക്കണം. റാക്ക് സെറ്റാക്കണം. അതെന്തായാലും ഇവിടെ ഇരിപ്പുണ്ട്. ഏതോ ടയറിന് കാറ്റില്ല. ഫ്രണ്ട് ടയറാണ്. അപ്പോൾ അത് പഞ്ചറായിരിക്കും. അപ്പോൾ അത് ഒട്ടിക്കണം. അപ്പോൾ ഉടനെ ചെയ്യല്ലേ. എൻ്റെ അടി തന്നെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ടൊന്നും കാണിക്കാനായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് നമ്മൾ ഇൻ്റർസെപ്റ്ററിന് വേണ്ടി വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. വാവ്. റൂമെല്ലാം അലങ്കോലം കിടപ്പുണ്ട്. ഡ്രസ്സെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ ഇതായിരിപ്പുണ്ട്. മിററൊക്കെ നമ്മൾ ഊരി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പാക്ക് ചെയ്യണം. കാരണം സേഫായിട്ട് പൊതിഞ്ഞ് വെച്ചാൽ അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ അതിനെ പാക്ക് ചെയ്യണം. നമ്മൾ സീറ്റ് എടുത്ത് പെട്ടിക്കകത്താക്കണം. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ. അതിൻ്റെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഊരിയ സാധനങ്ങളാണ് ഇതായിരിക്കുന്ന സാരി കാർഡ്. പിന്നെ അല്ലാതെ തന്നെ അതിൻ്റെ മഡ് ഗാർഡ്. ഇതാണ് അതിൻ്റെ ബാക്കിൽ നിന്ന് മഡ് ഗാർഡ്. ഇതിലെന്തോ സ്റ്റിക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഊരി. ഇതിൽ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 മിററുണ്ട് നമ്മുടെ ടേബിളിൽ. ഒറിജിനൽ മിററുണ്ട്, അല്ലാതെ കുറേ അല്ലാതെ വാങ്ങിച്ച മിററുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ, ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നും ഏതോ ഹെൽമെറ്റിൻ്റെ വൈസറും പിന്നെ നമ്മളുടെ ഇത് ഹാൻഡിൽ റൈസ് ചെയ്യുന്ന ഹാൻഡിൽ റൈസറും ഉണ്ട്. പിന്നെ പഴയ ക്രാഷ് കാർഡ്, പിന്നെ ബ്രാക്ക് ഫ്ലൂയിഡ്, പിന്നെ ഇത് പിയൂഗിൻ്റെ വൈസറാണ്. പിയൂഗിൻ്റെ ഒറിജിനൽ വൈസറാണ്. നല്ല വിലയുള്ള സാധനമാണ്. എന്തായാലും ഞാൻ വച്ചിട്ടില്ല. അത് പിന്നെ എന്തെങ്കിലും വയ്ക്കണേ വയ്ക്കാം. പിന്നെ നമ്മളെ ബാറ്ററിയുടെ ബോക്സ് ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. വേറെ സാധനങ്ങളൊന്നും ഇതിന് വേണ്ടിയില്ല. നമ്മൾ WD-40 ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം WD-40 എടുത്ത് മാറ്റണം. ഇതൊക്കെ നമ്മളെ ഫോട്ടോസാണ് കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് റൂമിനകത്ത് സെറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ റൂമും കാര്യങ്ങളൊന്നും കാണിച്ചു തന്നിട്ടില്ല. അത് നമുക്ക് കാണിക്കാം. എന്തായാലും കുറച്ച് ഒന്ന് ഓണാവട്ടെ. ഓണാകുമ്പോൾ ഇതൊക്കെ സെറ്റായി കാണിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കാറുണ്ട്. ഫുള്ള് തുണിയായിട്ട് കിടക്കണം. അപ്പോൾ എന്തെങ്കിലും എനിക്ക് റൂം വാഷ് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. എൻ്റെ മുന്നോ വയ്യ. അപ്പോൾ എന്തായാലും നിങ്ങൾ ലേക്കടിക്ക്. നമ്മൾ ഡ്യൂക്കിൽ ദോശ വാങ്ങാൻ പോകണം. ദോശ വാങ്ങിച്ചിട്ട് നമുക്ക് വേറൊരു സ്ഥലം വരെ പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്യൂക്കിൽ ദോശ വാങ്ങിച്ചിട്ട് വരാം. ഇതാണ് നമ്മളെ വീട്ടിലെ വണ്ടിയുടെയൊക്കെ അവസ്ഥ. നമ്മളെ വണ്ടി കട കാണുന്നത് ദോശക്കടയിലോ അല്ലെങ്കിൽ റേഷൻ കടയിലൊക്കെയാണ്. മൈലേജ് ഇഷ്യൂ. നമുക്ക് എന്തായാലും ദോശക്കട വെച്ച് കാണാം. നമ്മൾ ഡ്യൂക്കിൽ വാങ്ങിച്ചുകൊണ്ട സാധനങ്ങളുണ്ടല്ലോ. ഉണക്ക മീൻ എന്തായാലും ഡ്യൂക്കിൻ്റെയൊക്കെ ഒരു അവസ്ഥ. നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടോ? നമ്മളുടെ നാട്, നമ്മളുടെ വീട്, നമ്മളുടെ വണ്ടി, നമ്മൾ കറങ്ങും. നമ്മൾ പഠിക്കാനൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ ലോങ് അടിക്കാൻ വേണ്ടി ഇപ്പോൾ അധികം ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ലോങ് അടിക്കുന്നത്. അല്ലെങ്കിൽ ലോങ് അടിക്കുക. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ പണ്ടൊക്കെ വരുമായിരുന്നു, സൈക്കിളിൽ വരുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡ്യൂക്കിൽ വരുന്നു. പണ്ടൊക്കെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഈ സ്ഥലത്തൊക്കെ ഡ്യൂക്കിലോ ഇൻ്റർസെപ്റ്ററിലോ വരാൻ പറ്റുമോ. യെസ്, നമ്മളുടെ കിടാങ്ങൾ നിൽക്കുന്ന സ്ഥലം. ബൈ. സബ്സ്ക്രൈബ് അശ്വിൻ വ്ളോഗ്സ്. യെസ് ഗൈസ്, കുളം. നമ്മളുടെ പഴയ സൈക്കിൾ കൊണ്ടുവരുന്ന കുളം. പക്ഷേ ഇത് വൺ വൃത്തികേടായി. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആളും എനക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളമൊക്കെ കുറഞ്ഞ് വൺ വൃത്തികേടായി. പക്ഷെ വൈകുന്നേരം ഇവിടെ വ്യൂ പോയിൻ്റാണ്. പക്ഷെ ഇവിടെ ഇറങ്ങാനൊന്നും പാടില്ല. ഇങ്ങനെ വന്നിരിക്കാൻ മര്യാദയ്ക്ക് പോവാം. അതാണ് ഇവിടുത്തെ സ്ഥലം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നാളെ ഇവിടെ പോകാം. അതാണ് ഇവിടുത്തെ കണക്ക്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങല് മര്യാദയ്ക്ക് വന്ന് മര്യാദയ്ക്ക് പോകാം. ഓക്കെ. കിടാങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ഡ്യൂക്ക് തോരിപ്പുണ്ട്.
ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? കുളം കാണിക്കാൻ കൊണ്ട് വെച്ചതാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രാന്തൊക്കെ ഉണ്ടോ? വണ്ടിയെ കൊണ്ട് സ്ഥലം കാണിക്കണേ? നമുക്കുണ്ട്. നമ്മളിതിനൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ഥലം. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. അവിടെ സൂര്യനുണ്ട് കേട്ടോ. അപ്പോൾ അത് അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഡ്യൂക്ക് കൊണ്ട് പോകുന്നു നമ്മൾ. കുളം, റബ്ബർ തോട്ടം, ഡ്യൂക്ക്. പക്ഷെ അവിടെ റെയിൽവേ പാളമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. കൊള്ളാമല്ലേ? നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയി കാണിച്ചു തരാം ഇവിടുത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളെ നാട്ടിൻപുറം, ഇതാണ് നമ്മളെ നാട്ടിൻപുറം. കണ്ടോ, നമ്മളെ നാട്ടിൻപുറവും പരിസരവും. അതെ, ഹരിതാപവും പച്ചപ്പും എല്ലാം ഉള്ള സ്ഥലം. ഇവിടെ പട്ടിയും കക്കയുടെ മാത്രം ശബ്ദം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതാണ് വൺ സ്പോട്ടാണ്. കണ്ട തോടും. പക്ഷെ ഇവിടെ നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമ്മൾ മര്യാദയ്ക്ക് വരിക, മര്യാദയ്ക്ക് പോകുന്നതാണ്. ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടോ തോട് കണ്ടോ? വാവ്, ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ കൊക്ക്, സൂര്യൻ, എന്തായാലേ തോട് കണ്ടോ? ഇവിടെയൊക്കെ ഒരു കുഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് മുമ്പ് ഇത്ര വലിയ വാഴയൊന്നും ഇവിടെ ഇല്ല. ഇത് ഇടയ്ക്ക് വെച്ച് ഭയങ്കര സെറ്റപ്പ് ആയതാണ്. എന്താ സ്ഥലം കണ്ടോ? വാവ്, കൊള്ളാമല്ലേ? സീൻ. തെങ്ങിൽ തേങ്ങ നമ്മളെല്ലാത്തും നമ്മൾ അടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടക്കില്ല, കാരണം നമ്മൾ തെങ്ങ് കയറാറുകൂടാ. അതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. പോയിട്ട് ഇവിടെ കൂട് വെച്ച് മീൻ പിടിക്കാം. ഓക്കെ, നമുക്കത് നാളെ തന്നെ ഉടനെ സെറ്റാക്കാം. കേസ് കണ്ടോ? നമ്മളെ സ്ഥലം കണ്ടോ? അടിപൊളി. എന്തായാലും ഇന്ന് കോളേജിൽ പോയത് ഇതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ എൻഡ് ചെയ്യണം. കൊള്ളാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് കാര്യമില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൊള്ളാമല്ലേ? നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് പീസ് മൈൻഡ് ആക്കിയിട്ട് പോകും. പക്ഷേ വാനിലാണ്ട് ഇതൊക്കെ ഉണങ്ങി സെറ്റാക്കി. പിന്നെ തോടുണ്ടോ? നമ്മൾ അങ്ങോട്ടൊക്കെ സൈക്കിളിൽ പോകുമായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ സൈക്കിൾ ശരിയാക്കിയിട്ട് അതിന് ഗോപ്രയൊക്കെ വെച്ച് സെറ്റാക്കി. ഇവിടെ കൂടെ ചെറിയ വഴിയാണ്, നമ്മൾ അതുവഴിയൊക്കെ പോയി. ഇപ്പം വഴിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഇതെന്തോ അത്? റംബൂട്ടാനോ? ഇത് ഈ റബ്ബറിൻ്റെ എന്തോ സാധനം. യെസ്. മീൻ പിടിക്കാം. മീനിട്ട് കൊടുക്കാം. മീനെവിടെ? യെസ്, മീനോടെ ഉണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനുണ്ട് കേട്ടോ. നമുക്ക് കൂടെ വെച്ച് സെറ്റാക്കാം. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഐസ് ഒരു സാധനം കാണിച്ചു തരാം. എന്തോ റബ്ബർക്ക. അയ്യാ, ഇതിനേക്കാളൊന്നും എറിയണ്ടായിരുന്നു. ഇതാ ഈ സാധനത്തിനെ തള്ളിയിടാൻ വേണ്ടിയാണ് എറിയാൻ നിന്നത്. ഫോക്കസ് ആവില്ല. ഇതിന് നമുക്കൊന്നുകൂടെ എറിഞ്ഞു നോക്കാം. നമുക്ക് ഇവിടെ നിന്നൊരു വടി എടുക്കാം. നമുക്ക് എറിഞ്ഞു നോക്കാം. നല്ല വടിയുണ്ടോ? ഇതിന് വെയിറ്റ് ഇല്ല കേട്ടോ. നമുക്കിത് എറിഞ്ഞു നോക്കാം. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. വൈകുന്നേരം ഇതുപോലെയൊക്കെ വന്നിരുന്ന് ഇങ്ങനത്തെ കുറേ കാഴ്ചകളാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. കുറച്ച് നേരമായി. അപ്പോൾ എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പേ നമുക്ക് തിരിക്കാം. കാരണം ഇവിടെ ഇരുട്ടി കഴിഞ്ഞ് വല്ല ഏഴ് ജന്തുക്കൾ പോയാലോ. നമുക്ക് എന്തായാലും അതിന് മുമ്പേ തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പണ്ട് വന്നുകൊണ്ടിരുന്ന വഴികൾ. നമ്മൾ സൈക്കിളിലാണ് ഇതുവഴി പണ്ടൊക്കെ വരുന്നത്. ഇപ്പം വരുന്നത് ഡ്യൂക്കിലാണ്. ഇപ്പം വന്നാൽ നടന്നാണ്. അവിടെ ഡ്യൂക്ക് കൊണ്ട് തിരിക്കാൻ വേണ്ട. അതുകൊണ്ടാണ്. ഇവിടെ എന്ത് പനങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വഴി കൂടെ നടക്കുക. അപ്പോൾ ഇതാണ് സ്ഥലം കണ്ടോ. അതുപോലത്തെ ഒരുപാട് സ്ഥലം നമ്മളിലുണ്ട്. പക്ഷേ വീഡിയോ എപ്പോഴും എടുക്കാറില്ല. നമ്മൾ പോകാറുണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷേ വീഡിയോ എടുക്കാറില്ല. പിന്നെ വണ്ടിയും കൊണ്ടും ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട്. പക്ഷേ എപ്പോഴും വീഡിയോ ഓണാക്കി എടുക്കാറില്ല. പിന്നെ ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടിച്ച് പോണ വീഡിയോയും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി തോരിപ്പുണ്ട് കണ്ടോ. ലൂക്ക്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും ഇവിടെ പറഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാം. അപ്പോൾ അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവിടെ പോയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. നമുക്ക് പോവാം. ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്താ ഇന്നലെ മൂഡ് കോട്ട് പോയി. ഇന്ന് മൂഡ് കോട്ട് പോയത്. അപ്പോൾ എന്തായാലും അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അല്ലാതെ ഫ്രണ്ട്സായിട്ട് കുറച്ച് നേരമൊക്കെ കറങ്ങിയതിൻ്റെ കുറച്ചൊക്കെ വിഷ്വൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ അടിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക്
എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് അടിക്കാം, നമുക്ക് അതുപോലെ സെറ്റാക്കാം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് കാണാൻ ആഗ്രഹം എന്നും കൂടെ പറയാം. പിന്നെ കുറച്ചൊരു ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചോദിച്ചു, നമുക്ക് അത് സെറ്റാക്കാം. എന്തായാലും ബുള്ളറ്റ് എല്ലാം ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി നിങ്ങളുടെ കമൻറ്റാണ് നമുക്ക് ആവശ്യം. പിന്നെ നമ്മൾ ലൈക്കും കൂടെ അടിച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ഷെയർ ആവും. അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ വാങ്ങിച്ചു തരാം. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്, പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ, സബ്സ്ക്രൈബ്.